Hey guys, once again one more video from and welcome back to our channel YouTube. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് പബ്ജിയുടെ കാർ 98. നമ്മളൊക്കെ പബ്ജിയുടെ കാർ 98 ഒരു സ്കോപ്പ് ഇട്ടിട്ട് നമ്മളൊരു ഹെഡ് ഷൂട്ട് അടിച്ച ആളുടെ ലെവൽ എന്തായിരിക്കും പബ്ജി പ്ലെയർ അപ്പോൾ തന്നെ മലർന്ന് ചത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പബ്ജിയുടെ കാർ 98 ഒറിജിനാലിറ്റിയോടെ ടോയ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. വലിയൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ബോക്സാണ്. ഏകദേശം എൻ്റെ ഒരു ചെറിയ ഒരു ഹൈറ്റ് ഉണ്ട്. എനിക്ക് ഇനി ഒരു കുറച്ചും കൂടി നോക്കിയാൽ എൻ്റെ അത്ര ഹൈറ്റ് എത്തിക്കാനുള്ള നോക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല റേഞ്ചുള്ളൊരു ഗണ്ണാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ കൂടുതൽ പറഞ്ഞു കൊടുക്കുക നമുക്ക് അൺബോക്സിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ബോക്സ് നമ്മൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ മൊത്തം എടുക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞങ്ങൾ ഓർഡർ ചെയ്തു. മൊത്തം ഇതൊക്കെ കണ്ടില്ലേ, മൊത്തം ടേപ്പുകളുടെ തിരികളാണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്നാണ് പൊളിച്ച് ചെയ്യുന്നത്. ഏകദേശം നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉണ്ട് ഗൈസ് നമ്മൾ നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ബോക്സ് എടുക്കാൻ പോകണം. അൺഎക്സ്പെക്റ്റഡ് എങ്ങനെ ബോക്സ് ഗണ്ണ് നമ്മൾ തിരിഞ്ഞ് വരണോ തലതിരിഞ്ഞ് വരണോ എന്ന് അറിയില്ല. കിട്ടിയിട്ടുണ്ട് ഏകദേശം കണ്ടില്ല ഗൈസ്, ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. വേറെ ലെവൽ സാധനം, ഏകദേശം പോളി സാധനത്തിൻ്റെ ഹൈ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം എന്താണ് പബ്ജിയിൽ കാർ 98 പറഞ്ഞാൽ നമ്മൾക്കറിയാം ഏകദേശം ഒരു സ്കോപ്പ് കിട്ടില്ല. ഇതിൽ വേറെ കിട്ടിയിരിക്കണോ വേറെ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ പാന് കിട്ടിയിട്ടുണ്ട്, പിന്നെ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഷോർട്ട് ഗൺ കിട്ടിയിട്ടുണ്ട്, 5-6 ബുള്ളറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് വേറെ ലെവൽ സാധനം. അപ്പോൾ കൂടുതൽ പറഞ്ഞു കൊടുക്കില്ല, നമുക്ക് ഇതിൻ്റെ ഓരോരോ പാർട്സായിട്ട് നമുക്ക് എടുക്കാം. ഗൈസ് ഇത് ഏകദേശം നമ്മളൊക്കെ എടുക്കാൻ കിട്ടില്ല. അപ്പോൾ അവർ കത്രിക വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യണം. ഭയങ്കര ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ആക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ഏകദേശം ഇവിടെ നമുക്ക് ഈ അറ്റത്ത് ഒരു എൻഡിന് കട്ട് ചെയ്ത് കിട്ടാം. നമുക്ക് നോക്കാം. ഞാൻ ചെന്നിടം നിന്നിടം എന്നിടമാക്കും. എനിക്ക് ചുറ്റുമുണ്ട് അഗ്നിവലയം. എനിക്ക് വേണ്ടതിന്റെ കാലിലെ ഭയം. നിന്റെ ചരിതം നിന്നോ. ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം എന്താണ് നമ്മൾ കത്രിക കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ പറഞ്ഞു കൊടുക്കില്ല. നമുക്ക് മെയിൻ ഐറ്റങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് ഐറ്റങ്ങളായിട്ട് എടുക്കാം. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഒരു കുട്ടി പാനാണ്. ആരെങ്കിലും വെച്ച് തല്ലിക്കൊല്ലണമെങ്കിൽ തല്ലിക്കൊല്ല. നമുക്ക് എനിമീസൊക്കെ വന്നാൽ തല്ലിക്കൊല്ല, എനിമീസോ ബോട്ടൊക്കെ വന്നാൽ നമ്മൾക്ക് തല്ലിക്കൊല്ല. ആദ്യം തന്നെ ഒരു കുട്ടി പാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതാദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കിട്ടിയിരിക്കുന്നത് ഫ്ലെയർ ഗണ്ണാണോ ഷോർട്ട് ഗണ്ണാണോ എന്ന് ഒരു നിശ്ചയമില്ല. ഏകദേശം ഫ്ലെയർ ഗണ്ണാണെന്ന് തോന്നുന്നു. വേറെയാണല്ലോ ഷോർട്ട് ഗൺ തന്നെ. ഏകദേശം ഷോർട്ട് ഗണ്ണാണ് കിട്ടിയിരിക്കുന്നത്. അതും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ അങ്ങനെ പിസ്റ്റൽ അതിൻ്റെ പിന്നെ വന്നിട്ട് ഇതിൻ്റെ ബുള്ളറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഷോർട്ട് പിസ്റ്റലിൻ്റെ ബുള്ളറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതും വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ വയ്ക്കാം. നമുക്ക് ഇതിൽ തന്നെ വയ്ക്കുന്നതാണ് കാണാൻ ഒരു അട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കും. പിന്നെ നമ്മൾക്ക് ഏതാണ് പിന്നെ നമ്മുടെ വേറൊരു ടൈപ്പ് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എന്താ സ്നൈപ്പർ ബുള്ളറ്റിൻ്റെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പറുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും കിട്ടിയില്ല ബുള്ളറ്റുകളിൽ കിട്ടിയില്ല. എനിക്ക് സ്നൈപ്പറിൻ്റെ ഈ ബുള്ളറ്റാണ് ഇഷ്ടപ്പെട്ടത്. സൂപ്പറുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇതും ഇങ്ങനെ നിരത്തി വയ്ക്കാം. പിന്നെന്താണ് പിന്നെ ഈ ബുള്ളറ്റും കിട്ടിയിട്ടുണ്ട്. ഈ ബുള്ളറ്റ് നമുക്ക് കുഴപ്പമില്ല, ഏകദേശം നല്ലൊരു ബുള്ളറ്റാണ്. ഇത് പിസ്റ്റലിൻ്റെ തന്നെ ബുള്ളറ്റാണ് അത്. പിന്നെ വന്നിട്ട് കണ്ടില്ലേ കത്തി നമ്മൾ കാര്യം വെച്ചിട്ട് പെട്ടെന്ന് കയറാണെങ്കിൽ ഏകദേശം ഗണ്ണ് കിട്ടാണ്ടിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കത്തി എടുത്ത് നമ്മൾ കാര്യങ്ങൾ എനിമീസ് വന്നാൽ. പിന്നെ ഇതിൽ വേറൊരു ബുള്ളറ്റും കൂടി ഉണ്ട്. അത് ഏകദേശം ഞങ്ങൾ കാണിച്ചിട്ട് അത് എവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ ഈ ബ്ലൂ കളർ ബുള്ളറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാമറയിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചാൽ അത് എടുക്കാൻ പറ്റും. ഒരു സംഭവം നമ്മൾ എവിടെയെങ്കിലും വിട്ട് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക. അതൊരു ടോയ്ക്ക് വേണ്ടി അവർ തന്നെ. പിന്നെ മെയിൻ ഐറ്റം കൊടുക്കണം. ഈ ഐറ്റം അപ്പോൾ ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞ സ്കോപ്പ് ഇല്ലെന്ന്, പക്ഷേ ഞാൻ നോക്കുമ്പോഴാണ് സ്കോപ്പും കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കോപ്പ് ഏകദേശം 8ൻ്റെ സ്കോപ്പ് തന്നെയാണ് തോന്നുന്നു. 8ൻ്റെ സ്കോപ്പ് ഇട്ടിട്ട് നമ്മൾക്ക് എനിമീസിനെ കറക്റ്റായി ഒന്ന് അടിച്ചാൽ കട്ടൊക്കെയായിരിക്കും. ഒരു ഹെഡ് ഷൂട്ടും വെച്ചും കൊണ്ട് അടിച്ചാൽ ലെവലായിരിക്കും. കണ്ടില്ലേ റീലോഡിങ്ങിൻ്റെയൊക്കെ തന്നിട്ടുണ്ട്. റീലോഡിങ്ങാണിത്. കണ്ടില്ലേ റീലോഡിങ്ങിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിൻ്റെ ഉപയോഗങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിലെങ്ങനെ ബുള്ളറ്റ് കിട്ടുന്നത് അപ്പോൾ കാണിച്ചു. ആദ്യം തന്നെ ഒരു കുട്ടി പാനാണ്. അപ്പോൾ കുട്ടി പാൻ വെച്ച് നിങ്ങൾക്കറിയാം എന്താ ഉപയോഗം. ഇത് തന്നെയാണ് ഉപയോഗം. കണ്ടില്ലേ, പാൻ വെച്ചിട്ട് ആരെങ്കിലും തല്ലിക്കൊല്ല, ബോട്ടിനെയോ ആരെങ്കിലും എന്താണ് പ്ലെയറൊക്കെ വന്ന് നമ്മൾ തല്ലിക്കൊല്ല. നമ്മൾ അതിലും പ്രോ പ്ലെയർ ആണെങ്കിൽ പിന്നെ പാനൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലൊരു എന്താണ് പിസ്റ്റൽ കണ്ണൊക്കെ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും ഇറങ്ങി ഉടനെ. അപ്പോൾ നമുക്ക് പാൻ ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഷോർട്ട് ഗണ്ണാണ്. ഷോർട്ട് ഗണ്ണ് എങ്ങനെയാണ് നമ്മൾ ബുള്ളറ്റൊക്കെ ഇടുന്നത് നോക്കാം. ബുള്ളറ്റ് ഇടുന്നത് എനിക്ക് നോക്കിയപ്പോൾ ഇവിടെ അങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഇത് നല്ലോണം ഒന്ന് ലോങ്ങിൽ വലിച്ചിട്ട് നമ്മൾ ഷോർട്ട് ഗണ്ണിൻ്റെ ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം എത്ര ബുള്ളറ്റ് ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഒരു 3 ബുള്ളറ്റ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എങ്ങനെ നമ്മൾ റോട്ടിൽ പോയിട്ട് നമ്മളതിൻ്റെ പവർ നോക്കാം. വൻ പവറാണെന്ന് പറയുന്നത് ഒന്നും അറിയാണ്ട് വിട്ടു. അപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് വിടാം. അപ്പോൾ ഒന്നും കൂടി നമ്മൾ നല്ല ലോങ്ങിൽ വലിക്കാം. കണ്ടില്ലേ, ക്യാമറമാൻ്റെ മുഖത്ത് തട്ടി ഗൈസ്. ഏകദേശം ക്യാമറമാൻ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇനി ഒന്നും കൂടി വലിക്കാം. കണ്ടില്ലേ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഗൈസ്
എന്താണ് നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാർ 98 ആണ്. കാർ 98 ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കത്തി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ വെട്ടിക്കൊള്ളാൻ തന്ന കത്തിയാണെന്ന്. പക്ഷേ മാറിപ്പോയി ഗൈസ്. നമ്മൾ ഏകദേശം പണ്ടത്തെ കണ്ടില്ല ഇപ്പോഴത്തെ കാർ 98 കത്തി ഉണ്ടെന്ന് എനിക്ക് ചെറിയ ഓർമ്മയില്ല. പബ്ജി ക്ലിയർലി കളിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കത്തി ഇങ്ങനെ വെക്കാനുള്ള ഒരു ഉപയോഗമാണ് പിന്നെ സ്നൈപ്പറിൻ്റെ ബുള്ളറ്റാണ് അവർ ക്ലിയറിൽ തന്നിട്ട്. ഞാൻ പറഞ്ഞില്ല ബുള്ളറ്റ് എനിക്ക് ആദ്യമേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒരു ബുള്ളറ്റ് എടുത്ത് വയ്ക്കുക. ആദ്യം തന്നെ ഒരു ബുള്ളറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നല്ല ലോങ്ങിൽ വലിക്കുക. അത്യാവശ്യം ലോങ്ങിൽ വലിക്കണം. നല്ല പവർ വേണം. കണ്ടത് ഗൈസ്, നല്ല ലോങ്ങിൽ വലിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബുള്ളറ്റ് സ്നൈപ്പറിൻ്റെ ബുള്ളറ്റ് ഏകദേശം ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. ഏകദേശം ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഉള്ളിലിട്ടിട്ടുണ്ട് സ്നൈപ്പറിൻ്റെ ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് പ്രസ് ചെയ്യാം. ഇനി നമ്മൾ ഗൈസ് ഏകദേശം അങ്ങോട്ടേക്ക് നമ്മൾ വിടുന്നത്. പിന്നെ നിങ്ങൾക്ക് റോട്ടിൽ പോയിട്ട് ഞങ്ങളൊരു ബോട്ടിൽ വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് പോകുന്നത്. കടൽ ഗൈസ് നല്ല പവറാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പവറുണ്ട്, കുഴപ്പമില്ലാത്തൊരു സ്നൈപ്പറിൻ്റെ ബുള്ളറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് റോട്ടിൽ പോയിട്ട് ഞങ്ങളുടെ ടെസ്റ്റുകളൊക്കെ കാണിച്ചു തരാം. ഓരോ ബോട്ടിലും ഓരോ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് വിട്ട് കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഗൈസ് ഇത്രയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കൂടുതൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ സ്കോപ്പൊക്കെ എനിക്ക് ഭയങ്കര ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ വേണ്ടിയിട്ട് എന്താണ് ഗൈസ്, പിന്നെ പ്ലാസ്റ്റിക്കാണ് പ്രൊഡക്റ്റ്. പിന്നെ ഇത് മെയിൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പബ്ജിനൊക്കെ ഭയങ്കര ആരാധകരൊക്കെ ഉണ്ട്. കേരളത്തിൽ നല്ലപോലെ ആരാധകരുണ്ട്. അപ്പോൾ ഇതൊന്ന് ഷോയ്ക്ക് വേണ്ടി നമുക്ക് വീട്ടിൽ ഷെൽഫിലോ ഒരു പക്ഷേ വാളിലൊക്കെ നല്ല അട്രാക്റ്റ് ചെയ്ത് തൂക്കിയിട്ട് വന്നാൽ ഭയങ്കര എന്താണ് ഒരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ എനിക്ക് സ്കോപ്പാണ് ഇതിൽ മെയിനിൽ ഇഷ്ടപ്പെട്ടത്. കണ്ടില്ല ഗൈസ്, അപ്പോൾ സ്കോപ്പ് 8ൻ്റെ സ്കോപ്പൊക്കെ കിട്ടിയില്ല, നമുക്ക് തകർക്കാം. ഇനി നമുക്ക് ഓരോ ടെക്സ്റ്റുകൾ നമുക്ക് നോക്കാം എന്തൊക്കെ ബോട്ടിലൊക്കെ വെച്ചിട്ട്. ബാക്കി കണ്ണു തള്ളും പേടി കേരനാട് റാപ്പിൻ ഭാവി കൊന്നു തള്ളും ചേരി നീളൻ താടി ഈശകാലി തോളിൽ ജീവിത ഭാരം പേറി വേഷം മാറി ദേശം താണ്ടി മനസ്സിനുള്ളിൽ ഭയം നിന്നിലെ മഹാമാരി ഞാൻ എന്റെ കരുത്തു നിനക്ക് തരാൻ പാതി ജീവിതം എന്നീയൊരു കലാകാരി പക്ഷെ നിന്റെ തൂലികകളിൽ ഒതുങ്ങില്ലിവൻ അടങ്ങില്ല ഞാൻ തിരുത്തുറിച്ചു നോട്ടും കണ്ട് ഭയക്കില്ല ഞാൻ തലയെടുക്കാതിന്ന് മടങ്ങില്ല ഞാൻ ഒടുവിലെ വിജയമതെനിക്കാം പദങ്ങളിൽ ഒരു പിടി മരുന്നിറക്കാം അറിഞ്ഞോ പെണുകളുടെ വരികളെ ഞാൻ വേഗത്തിൽ പറയാം പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ എത്തില്ല ഒരിക്കലും എന്നോളം നീ എത്തില്ല എന്നോളം കാണാം വാ നമ്മിൽ ഒരാളെ നീ. എനിക്ക് ഈ കാർ 98 വെച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ ആരിനെ കൊല്ലണം ചോദിച്ചാൽ എനിക്ക് ഒറ്റ വ്യക്തിന് മാത്രം ഇപ്പോൾ എനിക്ക് കൊന്നു കിട്ടിയാൽ മതി. ഒരു 8ൻ്റെ സ്കോപ്പ് ഇട്ട് നമ്മൾക്കൊരു ഹെഡ് ഷൂട്ട് അടിക്കണമെങ്കിൽ ആരെയാണെന്ന് വെച്ചാൽ ARJ നമുക്ക് റോസ്റ്റിംഗ് കിങ്, മലയാളത്തിൽ റോസ്റ്റിംഗ് കിങ് അർജുനെ നമ്മൾക്ക് അടിച്ച് കൊല്ലാം. അപ്പോൾ നമ്മൾ നോക്കണത് ഈ ബുള്ളറ്റ് എടുത്ത് എങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഏകദേശം നല്ലപോലെ ലോഡാക്കിയിട്ട് നമ്മൾ ബുള്ളറ്റ് ഉള്ളിലേക്ക് കയറ്റുന്നു. എന്നിട്ട് നമ്മൾ എടുക്കുന്നു. നമ്മൾ അർജുൻ്റെ 8ൻ്റെ സ്കോപ്പ് ഇട്ട് നമ്മൾ ഒറ്റ ഹെഡ് ഷൂട്ട്. കണ്ടില്ല ഗൈസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത്രയോട് ഇഷ്ടപ്പെട്ടവൻ്റെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇനിയും നിങ്ങളൊരു 1000 ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കിടക്കാച്ചി വീഡിയോ ആയിരിക്കും. പബ്ജിനെ കുറിച്ചുള്ള ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ മറക്കാണ്ട് ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ്.